വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ കൊച്ചി സ്വദേശിയായ വ്യവസായിയുടെ 25 കോടി തട്ടിയെടുത്ത സംഘം മലയാളികളായ ഒട്ടേറെ പേരെ ചതിച്ചുവെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. സമാന വിധത്തിൽ പറ്റിക്കപ്പെട്ട 5ഓളം പേരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഇവരെ കേസിൽ സാക്ഷികളാക്കാനാണ് സാധ്യത. അതേസമയം പണം നഷ്ടമായത് ഓഹരി വിപണിയിലെ തിരിച്ചടികൾ കാരണമാകാമെന്നാണ് തട്ടിപ്പിനിരയായ പലരും കരുതിയിരുന്നത്. പോലീസ് ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് തങ്ങളുടെ പണം നഷ്ടമായത് തട്ടിപ്പിലൂടെയാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞത് തന്നെ. സീഷെൽസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രേഡിംഗ് കമ്പനിയുടെ പേരിലാണ് കൊച്ചി വ്യവസായിക്ക് 25 കോടി രൂപ നഷ്ടമായത്. വ്യവസായി പണം കൈമാറിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണമാണ് പറ്റിക്കപ്പെട്ട മറ്റുള്ളവരിലേക്ക് എത്താൻ പോലീസിന് സഹായമായത്. 40 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ വ്യാജ ട്രേഡിംഗിലൂടെ നഷ്ടപ്പെട്ടവരാണ് ഇവർ. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം മൂലവും സ്വർണ്ണവില കുത്തനെ ഉയർന്നത് മൂലവുമാണ് തങ്ങൾക്ക് പണം നഷ്ടമായതെന്നാണ് ഇവർ കരുതിയിരുന്നത്. സ്വർണ്ണവില താഴുന്നതോടെ തങ്ങളുടെ പണം തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുമുണ്ട്. എന്നാൽ പണം തട്ടിയെടുക്കുന്ന സംഘമായിരുന്നു ഇതിന് പിന്നാലെയെന്ന് പോലീസ് ഇവരെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം ഇവർ പോലും മനസ്സിലാക്കിയത്.